ഗുഡ് മോർണിംഗ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്യുന്നത് ഒരു ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവും. ഇതിനിടയിൽ വ്ളോഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് പണ്ട് ഷൂട്ട് ചെയ്തതാണ്. ശരിക്കും ഒരു ലോങ് ബ്രേക്കായി. ഇത് ഞാൻ ഇന്നലെ സ്റ്റോറീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇൻസ്റ്റയിൽ ഇല്ലാത്തവരാണെങ്കിൽ ഒന്നും കൂടി പറയാം കേട്ടോ. കുറെ പേരുണ്ടല്ലോ ഇൻസ്റ്റ ഉപയോഗിക്കാത്ത, ജസ്റ്റ് യൂട്യൂബ് മാത്രം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞാൽ സ്ട്രെസ്സാണ്. ടൂ മച്ച് നമ്മുടെ എനർജി അതിലേക്ക് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. സോഷ്യൽ മീഡിയ വെച്ച് ജീവിക്കുന്ന ഞാൻ തന്നെ ഇത് പറയണല്ലോ, പക്ഷെ അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഏട്ടനൊരു സർജറി ഉണ്ടായിരുന്നു. മൂക്കിന്റെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വളഞ്ഞിട്ട്, കോസ്മെറ്റിക് സർജറി അല്ല കേട്ടോ ഇത്. ശരിക്കും എന്താ വെച്ചാൽ ബ്രീത് ചെയ്യാൻ പറ്റാണ്ട് കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഇപ്പൊ അത് ചെയ്തു. അത് ഒരു വലിയ ബ്രേക്ക് വന്ന് നമുക്ക്, പക്ഷെ ചെറുതാണ്, ജസ്റ്റ് 3 ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു തിക്കും തിരക്കും ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല ബെറ്റർ ആട്ടോ. ഏട്ടനിങ്ങനെ PhD ആയതുകൊണ്ടേ, അപ്പോൾ അത് PhD കഴിയട്ടെ, എന്നിട്ട് സ്വസ്ഥമായിട്ട് കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കുകയാണ്. സാധനം ഒന്ന് ഫ്രീ ആയല്ലോ. അങ്ങനെ ഒരു മാസം ശ്രദ്ധിക്കാനൊക്കെ പറഞ്ഞില്ല. ഞാനിപ്പോൾ പാലക്കാടാണ് കേട്ടോ. പാലക്കാട് വന്ന സ്ഥിതിക്ക് ഞാൻ മീൻകുളം കാണിച്ചിട്ട് കാണിച്ചത് കണ്ടോ, ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. കാണാനില്ല, ഞാൻ ഗേറ്റ് തുറന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് വെളിച്ചം വീഴുന്ന സ്ഥലത്ത് അത്ര നന്നായിട്ട് കാണാനില്ല. കണ്ടോ, അതിൽ കുറേ വലിയ മീനുകളുണ്ട്. അത് പക്ഷെ ഇങ്ങനെ ഈ കുഞ്ഞു മീനുകൾ ഓടി വരണ പോലെ അത്ര ഉത്സാഹത്തിൽ ഓടി വരില്ല കേട്ടോ. അങ്ങനെ ഉള്ളിലേക്കാണ് ഉണ്ടാവുക. ഭക്ഷണം കൊടുക്കണ നേരത്തൊക്കെ വരുള്ളൂ. പിന്നെ ഇതാ അവിടെ ഒരു വല ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് തീറ്റ ഇട്ടിട്ട് പിന്നെ പെട്ടെന്ന് വലിക്കുമ്പോഴാണ് മീനിനെ കിട്ടുക. ഞാൻ വലിക്കുമ്പോൾ കിട്ടുമോയെന്ന് അറിയില്ല, പക്ഷെ നമുക്കൊന്ന് ജസ്റ്റ് വലിച്ച് നോക്കാം കേട്ടോ. അത് ഇത് 2 ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം എന്തായാലും നമുക്ക് ആവശ്യമില്ല, പാവം അതിനകത്ത് കിടന്നോട്ടെ. അതല്ലെങ്കിൽ ഇവിടെ അങ്ങനെ മീൻ പിടിക്കണ ഭയങ്കര കുറവാണ്. ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് വളർത്തുന്നതാണ് ഇവിടെ. അമ്മ വെജാണ്, ഓൾമോസ്റ്റ് വെജ് തന്നെയാണ്. പിന്നെ അച്ഛന് വേണ്ടിയിട്ട് ഒരു നേരത്തേക്കൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ഒരു മീനൊക്കെ വെച്ചിട്ടൊക്കെ അങ്ങനെ വെക്കും. 1-2 മീൻ വെച്ചിട്ടൊക്കെ ചിലപ്പോൾ അമ്മ കറി വയ്ക്കും. നമ്മളൊക്കെ വന്നാൽ മാത്രമേ പിന്നെയും പിടിച്ച് കറി വയ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ്, കാരണം ഭയങ്കര ഫ്രഷ് അല്ലേ. അമ്മയ്ക്കൊക്കെ പാവം തോന്നും ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന മീനിനെടുത്ത് അങ്ങനെ കഴിക്കണ ശരിയല്ല എന്നുള്ള രീതിയിൽ നമ്മളതിനെ വളർത്തണതല്ലേ. ഇമ്മക്കുട്ടിയും പറയും അത് എന്താ വെച്ചാൽ ഇമ്മ അല്ലെങ്കിലും മീൻ കഴിക്കാൻ ഭയങ്കര മടിയാണ്, അത്ര ഇഷ്ടമല്ല, ചിക്കനാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടോ മീൻ. പിന്നെ ഇപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ തേങ്ങ ചിരകാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് സേവ ഉണ്ടാക്കാം. അപ്പോൾ ഏട്ടനാണ് കേട്ടോ ഉണ്ടാക്കണത്. ഞാനെല്ലാം ഇങ്ങനെ ഒതുക്കി കൊടുക്കുന്നേ ഉള്ളൂ. ഞാൻ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ഞാനെന്തോ വഴക്കുണ്ടാക്കിയതാണോ, അപ്പം ഞാൻ ആശ്വസിപ്പിക്കാൻ വന്നാൽ ഞാൻ അങ്ങനെ എന്താ പറഞ്ഞതാണ്, എന്താണെന്ന് ഓർമ്മയില്ല. ഇതാണ് കേട്ടോ സേവ. അപ്പോൾ നൂൽപുട്ടില്ലേ, നമ്മൾ സാധാരണ ഇടിയപ്പം, അതുണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ ഇങ്ങനെ സ്പ്രെഡാക്കും. എന്നിട്ട് വറുത്തിടും, ചെറിയുള്ളിയും തേങ്ങയൊക്കെ ഇട്ടിട്ട് വറുത്തിടും. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. നമ്മളിതിനെക്കാട്ടിന് മുമ്പ് ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അത് അങ്ങനെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഡീറ്റെയിൽ ആയിട്ടൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അത്. പിന്നെ ഇമ്മക്കുട്ടി എണീറ്റുകൊണ്ട് തന്നെ ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തലേദിവസത്തെ ചോറാട്ടോ ഇപ്പോൾ കൊടുക്കണേ. അല്ലാണ്ട് മീൻ ഫുഡ് വേറെ ഉണ്ട് കേട്ടോ. എന്ത് കുടുകുടുകുടുന്നാ വരണേ. ഇടും തിരിഞ്ഞു നിൽക്കൂ. ഇവിടെ ക്ലിയർ ആയിട്ട് കാണുന്നു. ഓടണുണ്ടോ? Okay, I'm going to go. അപ്പൊ എന്താണ് Everybody's coming there. I'm going here. കളിപ്പിക്കണോ, ഓടിക്കണോ അതിന്? ഞങ്ങളിങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ കൂടെ നിൽക്കൂട്ടോ. കാരണം അച്ഛന് ഇത്തിരി പേടിയാണ്. കാരണം ഇതിന് ആഴമുണ്ട്, 9 അടി ആഴമുണ്ട് ഇപ്പോൾ. വെച്ചാൽ വെള്ളമുണ്ട്. 9 അടി ആഴത്തിനെക്കാട്ടും കൂടുതൽ ആക്ച്വലി ഈ ഫുൾ കുളം അതിലും ആഴമുള്ളതാണ്. ഇപ്പോൾ പിന്നെ വെയിലില്ലാത്ത സമയമായതുകൊണ്ട് എങ്ങനെ പോയാലും 9 അടിയോളം വെള്ളമുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നീന്താനും ഒക്കെ അറിയാത്തത് വേറെ കാര്യം, നമുക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ കൂടെ നിൽക്കും, സൂക്ഷിക്കണം പറഞ്ഞിട്ട്. പിന്നെ എന്താ അവിടെ കുറച്ച് അമ്മയും അച്ഛനും കൂടെ ചെയ്യുന്ന കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ടുള്ള 2 ആളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള തക്കാളി, വെണ്ടയ്ക്ക, പിന്നെ ഇതില്ലേ കുമ്പളങ്ങ,
അതൊക്കെ കിട്ടും കേട്ടോ. ഇടയ്ക്ക് എപ്പോഴും വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ട്, പിന്നെ പഴം, അങ്ങനെയൊക്കെ. അങ്ങനെ ഈ തൊടിയിൽ അങ്ങനെ കുറച്ച് ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ പറമ്പിൽ നടക്കുക. ഇപ്പം ആകുമ്പോൾ നല്ല ചൂടൊന്നും ഇല്ലല്ലോ, പ്ലസൻറ്റ് ക്ലൈമറ്റാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ വൈൻഡപ്പ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഹെയർ മസാജിങ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല അല്ലേ, അമ്മ ഇവിടെ ഇല്ല കേട്ടോ, അമ്മ കോഴിക്കോടാണ്, ഏട്ടൻ്റെ അനിയൻ്റെ അടുത്താണ്. വരും അമ്മ, നാളെ മറ്റന്നാളായിട്ട് വരും. അമ്മ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകും, തൃശ്ശൂർക്ക് പോകും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ഇമ്മക്കുട്ടിക്ക് മസാജ് ചെയ്തൊക്കെ കൊടുത്ത് ഞാനും മസാജൊക്കെ ചെയ്ത് കുളിച്ച് ഇപ്പം ഞാൻ വൈകിട്ടത്തെ നോക്കുകയാണ്. ഇമ്മക്കുട്ടി ഒക്കെ തിരുത്തിയിട്ട് കുക്ക് ചെയ്തിട്ട് ഞാൻ കുറേ കാലമായി കുക്ക് തന്നെ ചെയ്തിട്ട് കുറേ നാളായിട്ടോ. നാട്ടിൽ വന്നതിന് ശേഷം കുക്കിങ്ങേ ഇല്ല. രണ്ട് വീട്ടിലെ അമ്മമാരാണ് കൂടുതലും നോക്കുക. അപ്പോൾ ആ പരിപാടി, വൈകിട്ടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫ്രൂട്ട് ബേയിൽ വന്നിരിക്കുകയാണ്. ആളെ മനസ്സിലായോ? നമ്മുടെ സൃഷ്ടിയില്ലേ, സൃഷ്ടി ജ്വൽസിൻ്റെ ഓണറാണ് കേട്ടോ. അപ്പോൾ അവൾ ഞാനും കൂടി ഫ്രൂട്ട് ബേയിൽ വന്ന് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത്, എനിക്ക് എടുത്ത ഈ പാഷൻ ഫ്രൂട്ട് ടീ ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ ബ്ലൂ പീ ടീ ഉണ്ട്, അതും നല്ല രസമാണ്. നമ്മുടെ ആ ശംഖുപുഷ്പം അങ്ങനെ നീല കളറിലെ ഇത്, എന്നിട്ട് അതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു പഞ്ചസാര വെള്ളം ഒഴിക്കുമ്പോൾ അത് പിങ്ക് കളറാവില്ലേ, അത് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഫ്രൂട്ട് ബേ കണ്ടോ, ഭയങ്കര വലുതാണ്. ഹലോ, സേ ഹായ്. ഒരുപാട് നാളുകൾക്ക് ശേഷം തിരുമ്പി വന്നാച്ചേ. എന്റെ മൂക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ? കുറെ കൂടി നീളനായിട്ട്. അത് ഏട്ടൻ സർജറിക്ക് പോണേക്കാട്ടും മുന്നേ മുട്ടയടിച്ചതാണ് കേട്ടോ. സോ ദാറ്റ് ചില്ലും റിലാക്സ്ഡ് ആയിട്ട് ലീസ്റ്റ് ബോധേഡ് ആയിട്ട് ഇരിക്കാനാണ്. അപ്പൊ എന്നെ എന്താ ചെയ്തതെന്നൊന്ന് പറയോ ഡീറ്റെയിൽ ആയിട്ട്? എന്റെ മെയിനായിട്ട് ഉറക്കം ഭയങ്കര പ്രശ്നമായിരുന്നു, ബ്രീത്തിങ് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം എൻ്റെ മൂക്കിന്റെ പാലം അതിന്റെ ഷേപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഒരു എസ് ഷേപ്പിലായിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞു. അതുപോലെ ഒരു നോഡ്യൂൾ ഇങ്ങനെ വലുതായി വരുന്നുണ്ടായിരുന്നു 2 നോസ്ട്രൽസിന്. അപ്പൊ അതും വലുതായിട്ട് എയർ ഫ്ലോ കംപ്ലീറ്റ് ബ്ലോക്ക്ഡ് ആയിരുന്നു. അപ്പോൾ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ തന്നെ ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, തലവേദന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറെ ആയി, ഒരു വർഷത്തിന്റെ മുകളിലായി ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. PhD കഴിയട്ടെ. അതെ, ഇത്തിരി ഒരു ഫ്രീ ടൈം കിട്ടുന്ന ഒരു സമയം നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പൊ ഇപ്പോഴാണെങ്കിൽ അനിയനും നാട്ടിലുണ്ട്, അപ്പോൾ അങ്ങനെ മിംസിൽ പോയി. ഞാൻ കുറെ മുമ്പ് എനിക്ക് ത്രോട്ടിൽ ഇൻഫെക്ഷൻ വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻ വന്ന സമയത്ത് ഒരു ആഴ്ചയോളം ഞാൻ ഡോക്ടറെ പോയി കണ്ട് അവിടെ അഡ്മിറ്റ് ആയിരുന്നു മിംസിൽ. അതേ ഡോക്ടറെ തന്നെ പോയി കണ്ട. പുള്ളിക്കിന്റെ ക്ലിനിക്കൽ ഹിസ്റ്ററി ഒക്കെ അറിയാം. ഡോക്ടറിന്റെ പേര് അറിയാം? ഡോക്ടർ മനോജ് മാത്യു. ഒരുപാട് പേർക്ക് അറിയാം, ഗംഭീര ഡോക്ടർ. അപ്പോ അദ്ദേഹത്തിനെ പോയി കണ്ട് ഇങ്ങനെ പുള്ളി നോക്കി. എന്നിട്ട് മുമ്പ് തന്നെ ഞാൻ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ഒരു ENT സർജനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്കൊരു ഡ്രോപ്സ് തന്നിട്ടുണ്ടായിരുന്നു, ഇത് പഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു 4-5 മന്ത്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ? 3 to 4 മന്ത്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അലർജിയുടെ ഒരു മരുന്നും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതുകൊണ്ടൊന്നും വലിയ മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തു വേണമെങ്കിൽ സർജറി ചെയ്യാന്ന്. പക്ഷെ ഇതാണ് തൃശ്ശൂരത്തെ ഡോക്ടറും പറഞ്ഞു, തൃശ്ശൂരത്തെ ഡോക്ടറും പറഞ്ഞു, ഗോവലത്തെ ഡോക്ടറും പറഞ്ഞിരുന്നു, സിമാർസിലത്തെ ഡോക്ടർ പറഞ്ഞിരുന്നു സർജറി ചെയ്യാം. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഞാനത് നിർബന്ധമായി ചെയ്യുമെന്ന് പറയില്ല, കാരണം അങ്ങനെ നിർബന്ധമുള്ള സർജറി അല്ല, പക്ഷെ യു മേ ഫീൽ ബെറ്റർ, യു ക്യാൻ സ്ലീപ് ബെറ്റർ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു, അഡ്മിറ്റായി. നമ്മളൊരു ഫ്രൈഡേ വൈകുന്നേരമാണ് പോയിട്ട് അഡ്മിറ്റ് ആയത്. സാറ്റർഡേ രാവിലെ ആയിരുന്നു സർജറി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്ത് സാറ്റർഡേ രാവിലെ അവര് സർജറി ടേബിളിലേക്ക് കൊണ്ടുവന്നു. 7 o'clock സർജറി. ഒരു 11 o'clock കൂടിയിട്ട് കംപ്ലീറ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് 11:30 ആകുമ്പോഴേക്കും തിരിച്ച് റൂമിലേക്ക് എത്തിച്ചു. അപ്പം വലിയ പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഇങ്ങനെ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നെ അനസ്തേഷ്യ ഉണ്ടായിരുന്നു, കാരണം എനിക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കുറെ ലൈറ്റ്സ് മാത്രമേ കാണുന്നുണ്ടായിരുന്നു. അന്ന് രാവിലെ ഞാൻ ഡോക്ടറെ കണ്ടതുപോലും ഓർമ്മയില്ല. അത് കഴിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പം ഡോക്ടർ വിളിച്ചു. എന്നിട്ട് രാത്രി വരാം, പ്ലാസ്റ്റർ അഴിച്ചു തരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മൂക്കിലിങ്ങനെ ഈ ഫ്ലൂയിഡ്സ് എല്ലാം വന്ന് തിങ്ങിയിട്ട് ഭയങ്കര ഒരു വിങ്ങല് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഭയങ്കര തലവേദനയൊക്കെ ഉണ്ടായിരുന്നു, സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബോധം ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കീമായിരുന്നു.
അപ്പൊ അത് കഴിഞ്ഞ് ഡോക്ടർ വന്ന് നോക്കി, പ്ലാസ്റ്റർ എല്ലാം അഴിച്ചു. അപ്പൊ തന്നെ ഭയങ്കര റിലീഫായി. പിന്നെ ഇത് സാറ്റർഡേ, അത് കഴിഞ്ഞ് സൺഡേ ഫുൾ ഡേ മിനിമൽ പ്ലാസ്റ്റർ ആയിട്ട് അകത്ത് ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അത് മാത്രം വെച്ചിട്ട് അങ്ങനെ നിന്നു. അപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വിങ്ങലുണ്ടായിരുന്നു. മൺഡേ മോർണിംഗ് വന്ന ഉടൻ തന്നെ ഡോക്ടർ ഈ താഴത്തെ റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഈ പാക്കെല്ലാം അഴിച്ചു. എന്നിട്ട് തരിപ്പിക്കുന്ന ഒരു സംഭവം മൂക്കിന്റെ അകത്ത് വെച്ചു. അപ്പം കുറച്ച് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതൊക്കെ ഒരുവിധം ക്ലിയർ ആയി. എന്നിട്ട് തിരിച്ച് റൂമിലേക്ക് വന്നു. ഡോക്ടർ പറഞ്ഞു അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രൈഡേ വൈകുന്നേരം അഡ്മിറ്റ് ആയി. മൺഡേ വൈകുന്നേരത്തോടു കൂടി ഡിസ്ചാർജ് ആയി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസം എന്ന് വെച്ചാൽ ആ പാക്ക് അഴിച്ച സമയത്ത് നമ്മുടെ അകത്തേക്ക് ഇങ്ങനെ എയർ കയറുമ്പോഴേ എനിക്കിങ്ങനെ തോന്നി, ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്ര അധികം എയർ എന്റെ അകത്തേക്ക് എടുത്തിട്ടില്ല എന്ന് തോന്നി. അത്രയും ഭയങ്കര ആ എയർ അകത്തേക്ക് കയറുമ്പോഴുള്ള ഒരു സന്തോഷം ഭീകരമാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ പാക്ക് ഒക്കെ വെക്കുന്ന സമയത്ത് സർജറി കഴിഞ്ഞിട്ട് വായകൊണ്ട് മാത്രം ശ്വസിക്കുന്നത്, മൂക്ക് കംപ്ലീറ്റ് ബ്ലോക്ക്ഡ് ആയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ് മൂക്കൊണ്ട് ശ്വസിക്കാൻ പറ്റുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അതും ഇത്രയും സുഖമായിട്ട് ഫ്രീ ആയിട്ട് ശ്വസിക്കാൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കും, കാരണം ഞാൻ ഇതിനു മുമ്പ് കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്റെ ഈ മൂക്കിന്റെ ഈ വോളാണ് അകത്തേക്ക് കാണുക, റെഡ് കളറാ കാണുക. ശരിക്കും ഐ ക്യാൻ സീ ഡാർക്ക്നെസ് ഇൻസൈഡ്. പക്ഷെ മൂക്കിന്റെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ വളവ് പൂർണ്ണമായിട്ട് അതില്ല, പക്ഷെ മാറിയിട്ടില്ല. ബേസിക്കലി ആ ഓറിഫേസ് വളരെ ക്ലിയർ ആണ്. ഞാനായിരുന്നു ഞാൻ ഗ്യാപ്പിൽ കൂടെ കോസ്മെറ്റിക് സർജറി നോസ് ഒക്കെ പക്ഷെ അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നില്ല. അത് കോസ്മെറ്റോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള എന്താണ്. ഞാൻ ആദ്യം തന്നെ എന്നോട് ഈ മൂക്ക് നേരെയായില്ലല്ലോ എന്താണ് ഇതിന്റെ പ്രശ്നം. പക്ഷെ ഒരു ഡിഫിക്കൾട്ട് ഫേസ് ആയിരുന്നു. ബട്ട് ലൈഫ് ഇസ് ഹാർഡ് അല്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഇതൊന്നും ഹാർഡായിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കൊക്കെ തോന്നാറില്ല ഇങ്ങനത്തെ ഇങ്ങനെ കുറെ നാളായിട്ടുള്ള നമ്മുടെ ഇങ്ങനെ ഭയങ്കര ഓരോ സഫറിങ്സ് ആയിട്ട് ക്ലിയർ ആയി വരുന്നുണ്ട്. ഈ ഒരു ഇതല്ലാട്ടെ, ഇത് ടച്ച് വുഡ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഒന്നിന് പിന്നാലെ ഓരോന്ന് വരാന്നറിയില്ല. ഏകദേശം അങ്ങനെയായിരുന്നു. ഇപ്പൊ എന്താ ഈ ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനം. ഈ മക്കുട്ടിയിലെ നമുക്കൊന്ന് റെഡിയാക്കണം. അത് മനോജ് ഡോക്ടറിന്റെ അവിടെ തന്നെയാണ് കേട്ടോ നമ്മള് കാണുന്നത്. അപ്പൊ ഇമ്മക്കുട്ടിയുടെ കാര്യം കൂടി ഒന്ന് റെഡിയാക്കിയാൽ കൂടുതൽ സമാധാനം. ഇതിനിപ്പോ റിവ്യൂ ഉണ്ട്, ഫോളോ അപ്പ് ഉണ്ട്. അടുത്ത 2 വീക്കും പോയി കാണണം. അത് കഴിഞ്ഞ് പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു തവണ കൂടി പോയി കാണണം. അപ്പോ ഈ റിവ്യൂവിന്റെ സമയത്ത് ഇമ്മക്കുട്ടിയെ കൊണ്ടുപോയി കാണിക്കാച്ചിട്ടാ. കുറേ കുട്ടികൾക്ക് ഈ അഡിനോയിഡ്സിന്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ. കുറെ പേര് സർജറി ചെയ്തിട്ടുണ്ട്, കുറെ പേര് 8 years കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും പറയുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയോ പ്രശ്നം, അത്രയും നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്താൽ നമ്മളിങ്ങനെ കുട്ടികൾ വായ തുറന്നിങ്ങനെ ഉറങ്ങുമ്പോഴേ അത് അവരുടെ മുഖത്തിന്റെ ഷേപ്പിന് അത് ഭയങ്കരമായിട്ട് ബാധിക്കുക. അതെനിക്ക് ഇമ്മക്കുട്ടിയുടെ മുഖം ഇപ്പൊ തന്നെ കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്, അവളുടെ മുഖത്തിന്റെ ഷേപ്പ് മാറണത്. അതാണ് മെയിൻ ആയിട്ട്. അപ്പൊ പനി വരാനുള്ള ചാൻസസ് ഇപ്പം ഇമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു ജനിച്ചിട്ട് ഒന്നും അധികം ഒരു വയസ്സ് വരെ ഒന്നും ഒട്ടും ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ പനി വരുമായിരുന്നെങ്കിലും നാട്ടിൽ വന്നിട്ട് നല്ല ഭീകരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ പനി വരുന്നുണ്ട്. ഭയങ്കര പാടങ്ങനെ ചെവി വേദന ഇങ്ങനെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന കാണുമ്പോഴേ. അപ്പൊ അതുകൊണ്ടാണ് ഈ തവണത്തെ പനി അടുപ്പിച്ചുള്ള 2 പനിയും കൂടെ കഴിഞ്ഞപ്പോഴാണ് നമ്മള് ആലോചിച്ച അഡിനോയിഡ്സിന് എന്താ വേണ്ടേ, ഇത് നമുക്കെന്നാ സർജറി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇമ്മയ്ക്ക് ചെറിയ ബെറ്റർ ഇത് പറഞ്ഞിരുന്നു ഡോക്ടർ. ഒന്ന് എൻഡോസ്കോപ്പി ചെയ്യുമായിരിക്കും ഇപ്രാവശ്യം പോകുമ്പോ, കാരണം മുമ്പ് കാണിച്ച 1 മാസം മുമ്പാ. ഡോക്ടർ എന്താ പറയണേന്ന് നോക്കിയിട്ട്. പക്ഷെ സർജറി എന്ന് പറയുമ്പോഴേ നമുക്ക് എടുക്കണ പോലെ കുഞ്ഞുങ്ങൾക്ക് അത്ര, അപ്പൊ അതിനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് റെഡി ആക്കി എടുക്കണം. ഇത് എന്താണ് ക്രിസ്മസ് ട്രീയോ യെല്ലോ? ഇമ്മ പല ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യാം. അപ്പൊ ഇതാണ് കാര്യങ്ങള്. ഇപ്പൊ എല്ലാം ഓക്കെ ആണ്. അപ്പൊ ഞാൻ സർജറി കഴിയട്ടെ എല്ലാം ഇതാക്കിയിട്ട് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയാതെ, അല്ലെങ്കിൽ ഈ സർജറി ആണെന്നൊക്കെ പറഞ്ഞ കുറെ പേര് പേടിക്കല്. ഇത് ഭയങ്കര മൈനർ ആയിരുന്നു. എന്തായാലും ഇപ്പൊ ഓക്കെ ആണ് അല്ലേ? ഒരു 2-3 ദിവസം ഹോസ്പിറ്റലിൽ അല്ലേ? ഇങ്ങനെ ഇനി നാളെ ഞാൻ പോവാട്ടോ. നാളെ ഞാൻ തൃശ്ശൂർ പോയി. മറ്റന്നാൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഷൂട്ടുണ്ട്. അതിന്റെ പിറ്റേന്ന് വേറൊരു പരിപാടി ഉണ്ട്. അപ്പൊ അപ്പോഴേക്കും ഏട്ടനും ഇമ്മക്കുട്ടിയും കൂടെ അങ്ങോട്ട് വരും. എന്നിട്ട് നമുക്ക് ഒരുമിച്ചൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക്
ഫോളോ അപ്പ് ഇതിന് പോകണം. ഫംഗ്ഷൻ ഇപ്പൊ ഇനി ഇത്ര ദിവസം ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ, കുറച്ചു നേരമൊക്കെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാം. പക്ഷെ ഇൻഫെക്ഷൻ ആവാണ്ട് നോക്കണം, അതൊരു ഇതാ. അപ്പൊ ഫംഗ്ഷൻ വെച്ച് നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് ഫുൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ആവും ഉണ്ടാവാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോളോ അപ്പ് ഇതിന് പോവും. ഇമ്മക്കുട്ടി ഉണ്ടാവും, ഇമ്മക്കുട്ടിയുടെ കാണിക്കൽ അഡിനോയിഡ്സിന്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് സ്കൂൾ തുറക്കാം. പിറ്റേ ദിവസം ഹാലോയിനുമാണ്. എന്നെക്കാട്ട് മുന്നേ ഞാൻ ഇമ്മക്കുട്ടിയും കൂടെ ഉള്ള ഹാലോയിനിലും ഷൂട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം അനബെല്ല ചെയ്തത്, ഈ വർഷം നോക്കണം എന്താ വേണ്ടതെന്നുള്ളത്. അപ്പൊ അങ്ങനെ അത്രയുള്ളൂ. അപ്പൊ നമുക്ക് ഇനി നാളെ കാണാം അല്ലേ. ലവ് യു. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര കൺസേൺ ആയിട്ടൊക്കെ ചോദിച്ചിട്ട്. സേ താങ്ക് യു. എന്നെ കുറച്ചുകൂടിയൊക്കെ ഭേദമാവാണ്ട് കേട്ടോ, ശബ്ദവും ഒക്കെ ഇതൊക്കെ നമ്മളിനി സെറ്റാവും അല്ലേ മുക്കുട്ടി. നാളെ കാണാം. നാളെ പോവാട്ടോ. 2-3 വർഷം കഴിഞ്ഞ കുഞ്ഞു വന്നു. ഓക്കെ ബൈ. കുട്ടിയുടെ പല്ല് വന്നു കേട്ടോ. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഡോക്ടറെ കാണിക്കായിരുന്നില്ലേ പല്ല് വരുന്നത്. ഞാനും വിചാരിച്ചു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. പക്ഷെ 2 പല്ലും വന്നു തുടങ്ങി, പുറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത്തിരി സ്ലോ ആയിട്ടാണ് വളരണേന്ന് മാത്രം.